ജെറുസലേമിന്റെ പ്രത്യേകത എന്താ? ഈശോ എന്തിനാണ് ജെറുസലേമിലേക്ക് പോയത്? പഴയ നിയമം മുതലേ ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജെറുസലേം. രാജകീയ നഗരമാണ് ജെറുസലേം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ ജെറുസലേമിലേക്ക് ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാരെല്ലാം പ്രതീക്ഷിക്കുന്നത് അവൻ രാജാവായിട്ട് അവരോധിക്കപ്പെടാൻ പോകുന്നു എന്ന ഒരു സർപ്രൈസ് ഈശോ അവിടെ അവർക്ക് വേണ്ടി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. എന്നാൽ ഈശോ അവരോട് പറയുന്നതെല്ലാം അവരുടെ വിശ്വാസങ്ങൾക്ക് എതിരെയായിരുന്നു. അവൻ അനുഭവിക്കാൻ പോകുന്ന സഹനങ്ങളെ കുറിച്ചും പീഡനങ്ങളെ കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. അവരത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് സബദീപുത്രന്മാരുടെ അമ്മ വന്നി മക്കൾക്ക് വേണ്ടി ഈശോയോട് പറയുന്നത്, നീ നിന്റെ സിംഹാസനത്തിലായിരിക്കുമ്പോൾ, നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എന്റെ മക്കളെ ഇരുത്തണം. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്തിനു വേണ്ടിയാണ് ആ അമ്മ ചോദിക്കുന്നത്. കാരണം അവരെല്ലാം പ്രതീക്ഷിച്ചത് ജെറുസലേമിലെ ഒരു രാജകീയ പ്രവേശമായിരുന്നെങ്കിൽ ഈശോ പറയുന്നത് അവന്റെ പീഡനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചാണ്. നമ്മുടെ ദൈവസങ്കല്പം എന്താണ്? രാജാവായി അവരോധിക്കപ്പെട്ട ഒരു ദൈവമാണോ, അതോ മനുഷ്യനോട് കൂടി വേദനിക്കുന്ന ഒരു ദൈവമാണോ?